അന്ന് 2017 നവംബർ മാസം 27-ാം തീയതി നാഗർ കുർണൂൾ, തെലങ്കാന. സമയം പുലർച്ചെ 5 മണി ആയിട്ടുണ്ടാകും. നല്ല ഉറക്കത്തിലായിരുന്ന 32 വയസ്സുള്ള സുധാകർ റെഡ്ഡി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അയാൾ പോവുകയാണ്. പാതി ഉറക്കത്തിൽ നിന്ന് എണീച്ച അദ്ദേഹത്തിന് മുന്നിൽ എന്താണെന്ന് ക്ലിയറായിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ 2 കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമുകയാണ്. ശേഷം അദ്ദേഹം ഒന്നും കൂടി നോക്കുകയാണ്. അങ്ങനെ നോക്കിയ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അയാളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അങ്ങനെ അയാൾ അവിടെ കണ്ടത് ഒരു 4-5 മുഖം അറിയാത്ത ആളുകൾ വന്ന് ആ വീടിൻ്റെ ഡോർ പൊളിക്കുവാൻ ശ്രമിക്കുന്നതാണ്. മനസ്സിൽ ഭയമുണ്ടെങ്കിൽ അവരെ നേരിടാൻ സുധാകർ റെഡ്ഡി റെഡിയാവുകയാണ്. പക്ഷേ ഒരാളെ കൊണ്ട് എത്രത്തോളം അവരെ തടയാൻ സാധിക്കും? അവർ ആ വീടിൻ്റെ ഡോർ പൊളിച്ച് ആ വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ട് സുധാകർ റെഡ്ഡിയെ ബലമായി ആ വന്ന ഗ്യാങ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സുധാകർ റെഡ്ഡിയുടെ ശബ്ദം കേട്ട് ഭയന്നെത്തിയ സുധാകർ റെഡ്ഡിയുടെ ഭാര്യ സ്വാതി റെഡ്ഡി കാണുന്നത് തൻ്റെ ഭർത്താവ് ആയിട്ടുള്ള സുധാകർ റെഡ്ഡിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതാണ് സ്വാതി റെഡ്ഡി കാണുന്നത്. എന്നിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ആ ഗ്യാങ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ഭയം കൊണ്ട് വിറങ്ങലടിച്ചിരിക്കുന്ന സ്വാതി റെഡ്ഡി ആ സമയത്ത് എന്താണ് ചെയ്യുക എന്നറിയാതെ തൻ്റെ ഭർത്താവിൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള സുരേന്ദർ റെഡ്ഡിക്ക് കോൾ ചെയ്യുകയാണ്. സുരേന്ദർ റെഡ്ഡിയും വന്ന് സുധാകർ റെഡ്ഡിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അവിടെ സുധാകർ റെഡ്ഡിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുധാകർ റെഡ്ഡിയുടെ കുടുംബക്കാർ മൊത്തം ഈ സംഭവം അറിയുകയാണ്. മാത്രമല്ല തൻ്റെ ചേട്ടനെ ആരൊക്കെ ചേർന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാഗർ കുർണൂൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് കസിൻ ബ്രദറായിട്ടുള്ള സുരേന്ദർ റെഡ്ഡി. കേസ് ഫയൽ ചെയ്ത് ആശുപത്രിയിലെത്തിയ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും സ്വാതി റെഡ്ഡി പറയുകയാണ്. അതിനുശേഷം ഈ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ശ്രീനിവാസ റാവുവിന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വലിയൊരു ട്വിസ്റ്റാണ് കാത്തിരുന്നത്. കാരണം ഈ കേസ് തെളിയിക്കാൻ അവരെ സഹായിച്ചത് ഒരു ബൗൾ മട്ടൻ സൂപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പോലീസുകാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പേർക്കെങ്കിലും ഈ കേസിൻ്റെ ട്വിസ്റ്റ് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരിക്കും. 2017 നവംബർ 27-ാം തീയതി തെലങ്കാനയെ വിറപ്പിച്ച ഒരു കേസ്. മനുഷ്യന്മാർ ഇങ്ങനെയും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകും വിധത്തിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. വലിയൊരു ട്വിസ്റ്റോട് കൂടി ക്ലോസ് ചെയ്ത കേസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂത്ത് ഫയൽസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നാഗർ കുർണൂളിലുള്ള ഈ വീട്ടിലാണ് ഇവർ 2 പേരും സുധാകരനും സ്വാതിയും താമസിച്ചു വരുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തിലായിരുന്നു ഇവരുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഇവരുടെ എല്ലാ സന്തോഷം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നടക്കുന്നത്. അപ്പോൾ സുധാകർ കിടക്കുന്ന ഐസിയുവിന്റെ മുമ്പിൽ നിന്ന് സുധാകറിനെ നോക്കുന്ന അമ്മ സുധാകറുടെ മുഖത്തുള്ള എല്ലാ മുറിവുകളും ആസിഡ് മൂലമുണ്ടായിട്ടുള്ള മുറിവുകളും കണ്ട് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല സുധാകറുടെ ഭാര്യ സ്വാതിയും ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ അവിടെ വന്നിട്ട് സ്വാതിയോടും അമ്മയോടും പറയുന്നത് സുധാകർക്ക് ജീവൻ ആപത്തില്ല, പക്ഷേ മുഖത്ത് ആസിഡ് മൂലമുണ്ടായ മുറിവുകളായതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ ശരിയാക്കാമെന്ന് സ്വാതിയോടും അമ്മയോടും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പേടിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന സ്വാതിക്ക് സന്തോഷം വരികയാണ്. അവൾ ഇപ്പോൾ പുഞ്ചിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് സുധാകർക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണ്. ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്തതുകൊണ്ട് തന്നെ മുഖത്ത് ആസകലം തുണി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ തൻ്റെ മകനെ നേരിൽ കാണുന്ന അമ്മയുടെ കണ്ണുകൾ നിറയുകയാണ്. എന്നിട്ട് ചെറുപുഞ്ചിരിയോടെ തൻ്റെ മകനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ സംസാരിച്ച സുധാകറുടെ ശബ്ദം വേറെ ഏതോ ശബ്ദം പോലെ അമ്മയ്ക്ക് ഫീൽ ചെയ്യുകയാണ്. തൻ്റെ മകന്റെ ശബ്ദം ഇങ്ങനെയല്ലല്ലോ എന്ന് അമ്മയ്ക്ക് ഫീൽ ആവുകയാണ്. ഒരു പക്ഷേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് വോയിസ് മാറിയിരിക്കുന്നത്. തൻ്റെ മകന്റെ ശബ്ദം മാറുന്ന വിധത്തിലുള്ള മുറിവുകളാണ് തൻ്റെ മകന് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ആ അമ്മ അവിടെ കരയാൻ തുടങ്ങുകയാണ്. കുടുംബക്കാരും സുധാകരോട് സംസാരിച്ചതിന് ശേഷം കുടുംബക്കാരും പറയുന്നത് സുധാകറുടെ ശബ്ദം മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജും മാറിയിട്ടുണ്ട് എന്നാണ്. ഇതിനെക്കുറിച്ച് സുധാകരോട് തന്നെ ചോദിക്കാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ അയാൾ സംസാരിക്കുന്നത് നിർത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആംഗ്യഭാഷ മുഖേന അദ്ദേഹം കാണിക്കുകയാണ്. സുധാകറുടെ ഈ അവസ്ഥ കണ്ട് കുടുംബക്കാർക്ക് സങ്കടമുണ്ടെങ്കിലും മറുവശം സുധാകറുടെ സംസാരവും ബോഡി ലാംഗ്വേജും കണ്ട് സംശയിക്കുകയാണ് കുടുംബക്കാർ.
പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും കൈപ്പിഴവ് സംഭവിച്ചോ, അവന്റെ തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആ കുടുംബക്കാർ ചിന്തിക്കുകയാണ്. അതിനുള്ള കാരണം സ്വന്തം കുടുംബക്കാരെ തന്നെ ആരാണെന്ന് അറിയാത്ത മട്ടിലായിരുന്നു സുധാകരുടെ പെരുമാറ്റം. ചിലപ്പോൾ നടന്ന സംഭവം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. വീട്ടിൽ പോയാൽ ശരിയാകും എന്ന് കുടുംബക്കാർ പറഞ്ഞ് ആശ്വസിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ നോട്ട് ചെയ്ത സുധാകരുടെ അമ്മയ്ക്ക് മനസ്സിനുള്ളിൽ ഇവിടെ എന്തോ ശരിയല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം തന്റെ മകന് മട്ടൻ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നഴ്സിന്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. നഴ്സ് കൊണ്ടുവന്നിട്ട് സുധാകരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധാകർ പറയുന്നത്, എനിക്ക് മട്ടൻ സൂപ്പ് വേണ്ട, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്ന് നഴ്സിനോട് തിരിച്ചു കൊടുത്തയച്ച് പറയുകയാണ്. നഴ്സും ഈ കാര്യം സുധാകരുടെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. പക്ഷേ നഴ്സ് പറഞ്ഞ ഈ കാര്യം കേട്ട് സുധാകരുടെ അമ്മയ്ക്ക് ഭയങ്കര ഷോക്കാണ് ഉണ്ടായത്. എന്താണെന്നാൽ സുധാകർ ഒരു നോൺ വെജ് കഴിക്കുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല മട്ടൻ സൂപ്പാണ് അവൻ്റെ ഫേവററ്റ്. ഇപ്പോൾ ഇവിടെ നടന്ന ഈ സംഭവം ഈ കേസിന് മൊത്തം വഴിത്തിരിവായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു വശത്ത് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസുകാരുടെ അടുത്ത് സുധാകരുടെ അമ്മയും അനുജനും ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ്. പോലീസുകാർക്ക് കുറച്ച് വിനോദമായിട്ട് തോന്നിയെങ്കിലും പോലീസുകാർ അടുത്തത് എന്താണ് ചെയ്തതെന്നാൽ സുധാകരുടെ ആധാർ കാർഡ് ഫിംഗർ പ്രിന്റ്, അതേപോലെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് കൂടി മാച്ച് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്ത് നോക്കിയ പോലീസുകാരും കുടുംബക്കാരും ഷോക്കാവുകയാണ്. അതെ, ഫിംഗർ പ്രിന്റ് സാമ്പിൾസ് ആധാർ കാർഡിലെ ഫിംഗർ പ്രിന്റുമായിട്ട് ഒരു തരത്തിൽ മാച്ച് ആകുന്നില്ല. അപ്പോൾ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസിനും കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുടുംബക്കാർക്കും ഈ ഒരു സംഭവം വലിയൊരു ട്വിസ്റ്റായിരുന്നു. കാരണം സുധാകരുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നില്ല എങ്കിൽ ഈ ആശുപത്രിയിൽ കിടക്കുന്നത് ആരാണ്? അപ്പോൾ കൂടുതൽ ഡൗട്ട് തോന്നിയ പോലീസ് സ്വാതി റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിസ്സാരമായിട്ട് മറുപടി പറഞ്ഞ് സ്വാതിക്ക് പിന്നീട് പോലീസ് ചോദിക്കുന്ന ഹാർഷായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ കിട്ടാതെ അവസാനം സ്വാതി നടന്നത് എന്താണെന്ന് പറയുകയാണ്. അതായത് 3 വർഷം മുമ്പ് 2014 ഈ സംഭവം നടക്കുന്നത്. വളരെ സന്തോഷത്തിലായിരുന്നു സുധാകരുടെയും സ്വാതിയുടെയും കുടുംബജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രകാലം നല്ല സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു അതിഥി വരികയാണ്. യെസ്, സ്വാതിക്ക് ഒരു ബോയ് ബെസ്റ്റി വരികയാണ്. എങ്ങനെയാണെന്നാൽ സ്വാതിക്ക് ഭയങ്കര പുറം വേദന ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പോവുകയാണ്. പേഷ്യന്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ രണ്ടുപേരും പതിയെ പതിയെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരേക്കും യാതൊരു കുഴപ്പവുമില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് സുധാകർ ഓഫീസ് ജോലി വളരെ ബിസി ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാതി ഒറ്റയ്ക്കാണ് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദി ടൈം അവൾ ഒറ്റയ്ക്കാണ് ഉള്ളത്. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വാതിയെ അടുക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷ് വരികയാണ്. അങ്ങനെ രാജേഷ് സ്വാതിയുടെ കൂടെ ബിസി ആവുകയാണ്. സ്വാതി പറയുന്നത്, എൻ്റെ ഭർത്താവിനേക്കാൾ എന്നെ മനസ്സിലാക്കി എൻ്റെ സന്തോഷവും വിഷമങ്ങളും പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നത് രാജേഷാണ് എന്നാണ് സ്വാതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഞങ്ങളുടെ ബന്ധം തുടരണമെന്നുണ്ടെങ്കിൽ സുധാകർ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സുധാകരെ കൊല്ലുവാൻ വേണ്ടി 3 മാസം മുമ്പ് മുതൽ പ്ലാനിങ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് 2017 നവംബർ 27 ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നല്ല ഉറക്കത്തിലായിരുന്ന സുധാകർ റെഡ്ഡി കുറച്ച് സമയത്തിനകം താൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുമെന്ന് അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്ന സുധാകരെ ഒരു ഷാൾ ഉപയോഗിച്ചിട്ട് സ്വാതി കഴുത്ത് നെരിച്ച് ബോധം കെടുത്തുകയാണ്. എന്നിട്ട് മെയിൻ ഡോർ തുറന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന രാജേഷ് ഉള്ളിലേക്ക് വിളിച്ചിട്ട് രാജേഷ് ഒരു ഇരുമ്പിന്റെ കമ്പി കൊണ്ട് സുധാകരുടെ തലയ്ക്ക് അടിക്കുകയാണ്. അങ്ങനെ സ്വാതി കഴുത്ത് നെരിച്ചത് കൊണ്ടും രാജേഷ് കമ്പി ഉപയോഗിച്ചിട്ട് പലതവണ തലക്കടിച്ചത് കൊണ്ട് തന്നെ സുധാകരുടെ ബോഡിയിൽ നിന്ന് അയാളുടെ ജീവൻ നഷ്ടമാവുകയാണ്. സുധാകർ മരിച്ചതിന് ശേഷം അയാളെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി ആൾ താമസമില്ലാത്ത ഒരു കാട്ടിൽ കൊണ്ടുപോയി സുധാകരെ കുഴിക്കുത്തി മൂടുകയാണ് സ്വാതിയും രാജേഷും ചെയ്യുന്നത്. ഇനി സ്വാതി വിചാരിച്ചതുപോലെ ഇവർ രണ്ടുപേരും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. പക്ഷേ സുധാകരുടെ സ്വത്തുക്കൾ വിട്ടുകളയാൻ സ്വാതി റെഡിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരു മോശമായിട്ടുള്ള മനുഷ്യന്മാർ ഇങ്ങനെയും ചെയ്യുമോ എന്നുള്ള ഒരു പ്ലാൻ സ്വാതി ഇടുകയാണ്. എന്താണെന്നാൽ റീസെന്റ് ആയിട്ട് അവർ കണ്ട അല്ലു അർജുൻ പടം യവണ്ടു, മലയാളത്തിൽ ബയ്യ, അതിൽ ചെറുപ്പക്കാരന്റെ മുഖം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വേറൊരു ചെറുപ്പക്കാരന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തു വെക്കുന്ന ഒരു ഐഡിയ സ്വാതിക്ക് ഈ സിനിമയിൽ നിന്ന് ലഭിക്കുകയാണ്. എന്നിട്ട് അതുപ്രകാരം തന്റെ കള്ളക്കാമുകന്റെ മുഖത്ത് ആസിഡ് സ്വാതി ഒഴിക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ സ്വാതി സുധാകരന്റെ അനുജനെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവമുണ്ട് എന്ന് പറയുകയാണ്. സുധാകരന്റെ ബ്രദർ അവിടെ വന്ന് സുധാകർ ആണെന്ന് വിചാരിച്ച് രാജേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. അവിടെ പോയിട്ട് കുടുംബക്കാരോടും പോലീസുകാരോടും സ്വാതി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ ഒരു കഥ
കെട്ടുകഥ. ആ കെട്ടുകഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. മാത്രമല്ല സ്വാതി ആഗ്രഹിച്ചതുപോലെ ഡോക്ടർമാരും പ്ലാസ്റ്റിക് സർജറി ചെയ്യാമെന്ന് പറയുകയാണ്. അതിനുശേഷമാണ് സ്വാതി സന്തോഷിക്കാൻ തുടങ്ങുന്നത്. കാരണം തന്റെ കള്ളക്കാമുകന്റെ കൂടെ താൻ ജീവിക്കാൻ പോകുന്നു എന്ന് സ്വാതി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കള്ളത്തരം കാണിച്ചാൽ അത് കുറെ കാലം നീണ്ടു നിൽക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. അങ്ങനെ തന്നെയാണ് ഇവർ കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു രാത്രി മൊത്തം ഉറങ്ങാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു സംഭവം നടത്തിയത് എല്ലാം ഒരു ബൗൾ മട്ടൻ സൂപ്പിൽ അവസാനിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സുധാകരെ കുഴിച്ചുമൂടിയ സ്ഥലത്ത് പോയിട്ട് അവർ ആ കുഴിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് സുധാകരുടെ ബോഡിയും പിന്നെ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളും അവർക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. മാത്രമല്ല തെളിവുകളും പിന്നെ ഇവർ കൊല ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും കോടതി ശിക്ഷിക്കുകയാണ്. ഡിയർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോൾവ്ഡ് അൺസോൾവ്ഡ് മിസ്റ്ററി കേസ് സ്റ്റോറീസ് കേൾക്കുവാൻ താല്പര്യമുള്ളവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.